ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. 12th ഫെയിൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രീക്വലായിട്ടൊരു പടം വരുന്നുണ്ടെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിനോദ് ചോപ്ര തന്നെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. സീറോ സേ ശുരുവത്ത് എന്നുള്ളതാണ് പടത്തിൻ്റെ പേര് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പടം December 13, 2024 തന്നെ റിലീസ് ചെയ്യുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് എപ്പോൾ കഴിഞ്ഞു എന്തോ. 12th ഫെയിൽ എന്തായാലും നല്ല പടം തന്നെയായിരുന്നു. ഈ പ്രീക്വലായി വരുന്ന പടവും നല്ല പടമാവട്ടെ. പിന്നെ യോഗി ബാബു അഭിനയിച്ച ബോട്ട് എന്ന് പറഞ്ഞ OTT സ്ട്രീമിംഗ് ആവുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നിലാവൊക്കെ എന്മേൽ എന്നാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പടം. ആ പടത്തിൻ്റെ ഗോൾഡൻ സ്പെയർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് ഇപ്പോൾ 25 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ARM അജയൻ്റെ രണ്ടാം മാസം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഭൈരവൻ പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ 35 ചിന്ന കഥക്കാട് എന്ന് പറഞ്ഞ പടം ഇപ്പോൾ OTT സ്ട്രീമിംഗ് ആവുന്നുണ്ട്. പിന്നെ ഭൈരതി രണങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നു. ഗാന്ധി ജയന്തി ആയിട്ട് പുറത്തിറക്കിയുള്ള പോസ്റ്ററാണ്. പിന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജീവി പ്രിയ ഭവാനി ശങ്കറും കൂടി അഭിനയിക്കുന്ന പടം. ആ പടത്തിൻ്റെ തമിഴ്നാട് തിയേറ്ററുകൾ റിലീസിന് എടുത്തിട്ടുള്ളത് SSI പ്രൊഡക്ഷൻസ് ആണെന്നുള്ള അറിയിച്ചു. പിന്നെ ജഗദീഷ് മാർക്കോനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വയലൻസ് വെച്ചാൽ ഭയങ്കര ക്രൂവലായിട്ടുള്ള പരിപാടികളാണെന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് അവരെ കൊല്ലാൻ തോന്നുന്ന മാതിരത്തെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് വില്ലനായിട്ട് എന്നുള്ള ലെവലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എഡിറ്ററിൻ്റെ കാര്യം ഇപ്പോൾ ജഗദീഷും പറഞ്ഞിരിക്കുകയാണ്. ഞാനൊക്കെ പറയാൻ പോകണമെന്നാവും. എന്തായാലും വെയിറ്റിംഗ് ആണ് ഞാൻ ഈ പടത്തിന്. ആരൊക്കെ ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള രാംചന്ദ്രൻ്റെ പടത്തിലത്തെ ഒരു പാട്ട് പുറത്തിറങ്ങിയിരുന്നു. രണ്ടാമത്തെ പാട്ട് രാമച്ച മച്ച എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് തെലുങ്കിലത്തെയും തമിഴത്തെയും ഹിന്ദിയിലത്തെയും പാട്ട് കൂടിയിട്ട് 38 മില്യൺ പ്ലസ് വ്യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ ടീസർ ഇപ്പോൾ ഈ ദുസരക്ക് എന്ന് വെച്ചാൽ ഈ October 12 റിലീസാവുന്നുള്ള എസ്തമൻ തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ കാന്താര 2 അല്ലെങ്കിൽ കാന്താര പ്രീക്വലായി വരുന്ന രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നുള്ള പറഞ്ഞിരുന്നു. അത് ഋഷഭ് ഷെട്ടിയുടെ അച്ഛനായിട്ടായിരിക്കും വരിക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗംഭീരമാവാൻ തന്നെയാണ് ചാൻസ്. പിന്നെ സൂര്യൻ വിക്രമും കൂടിയിട്ട് ഒന്നിക്കാൻ പോവാണ്. അത് ശങ്കർ എടുക്കുന്ന പടത്തിനായിട്ടാണ് ഒന്നിക്കാൻ പോകുന്നത്. പടത്തിൻ്റെ പേര് വേറെ ഒന്നല്ല, വേൽപ്പാരി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ നോവലിനെ ബേസ് ചെയ്ത് എടുക്കുന്ന പടമാണ്. എന്തായാലും പടം 3 പാർട്ടിലൊക്കെ ആയി വരും എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരെന്നെ ഇനി ഒഫീഷ്യൽ കാസ്റ്റ് എന്നുള്ള എന്തായാലും കണ്ടെന്നെ അറിയാം. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള പടം ആദ്യ ബാലാജി എടുക്കുന്ന പറഞ്ഞ പടം. ആ പടം 2025 മെയിലൊക്കെ ആയിട്ട് റിലീസിന് എത്തുന്നുള്ളതാണ് കേൾക്കുന്നത്. ഇത് വെട്രിമാറിൻ്റെ പടമാണ് ശരിക്കും തുടങ്ങാനിരുന്നായിരുന്നത് ഈ സമയത്ത് സൂര്യ 44 ശേഷം. പക്ഷെ അത് എന്തോ പ്രീ പ്രൊഡക്ഷനിങ് 5 മാസം കൂടി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പടത്തിനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. എന്തായാലും അതും ഗംഭീരമായി വരട്ടെ. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു അഭിനയിക്കുന്ന SS രാജമൗലിയുടെ പടമാണ്. ആ പടത്തിൽ മ്യൂസിക് ചെയ്യുന്ന ആരൊക്കെ എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ടല്ലെങ്കിലും ഇപ്പം അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് MM കിരുവാനാണ്, അത് നമുക്കറിയാവുന്നതാണ്. രാജമൗലിയുടെ പടത്തിൽ മിക്കലും ആളെ തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ AR റഹ്മാൻ. ഈ 2 പേരാണ് ഇതിൻ്റെ പാട്ടുകൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ എസ്തമനും അനിരുദ്ധും ഇവർ രണ്ടാൾക്കാരാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പടത്തിനായിട്ട് 4 മ്യൂസിക്കിൻ്റെ ആൾക്കാരാണ് വരുന്നത് എന്നുള്ള ലെവലിൽ. ഗംഭീര പടം തന്നെ ആയിരിക്കും, വലിയ സ്കെയിലിൽ ഒരുങ്ങുന്ന പടമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാവും. പിന്നെ വേട്ടയ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാനഡയിൽ പ്രീമിയർ നടക്കുന്നുണ്ട് October 9. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ ട്രെയിലർ അത് ഇന്നാണ് റിലീസിനെത്തുന്നത്. അത് 5 മണിക്കാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ തലവതി 69 എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാസ്റ്റ് അപ്ഡേറ്റ് ഇന്നലെ മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 5 മണിക്ക് ബോബി ഡിയോളിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു. പിന്നെ കുറേ ആൾക്കാർ ക്രാക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിലത്തെ ഇവരൊരു തന്ന ഹിൻഡ് വെച്ചിട്ട് അത് ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ഇടാവുന്നതാണ്. പിന്നെ ഇന്ന് 12 മണിക്ക് ഇപ്പോൾ വേറെ അടുത്ത കാസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പൂജാഗ്ഡെ ക്രാക്ക് ചെയ്തതിൽ വന്നിട്ടുള്ള സംഭവം തന്നെയാണ്. എന്തായാലും പൂജാഗ്ഡെ ഓൺ ബോർഡ് അതിൻ്റെ ഒഫീഷ്യലായിട്ട്. മിക്കവാറും 5 മണിക്ക് വേറെ പോസ്റ്റർ കൂടി വരാൻ ചാൻസ് ഉണ്ട് വേറെ കാസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.